കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് ടെക്നീഷ്യനെതിരെ പീഡന പരാതിയുമായി 12 വിദ്യാർത്ഥികൾ. കാർഡിയാക് വാസ്കുലർ ടെക്നീഷ്യൻ ഡിപ്ലോമ വിദ്യാർത്ഥിനികളാണ്. 15 വർഷമായി താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്നയാൾക്കെതിരെയാണ് പരാതി നൽകിയത്. ജീവനക്കാരൻ അന്വേഷണ വിധേയമായി സസ്പെൻഷനിലാണ്. ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു. നിഖിൽ, ഒന്നും രണ്ടുമല്ല 12 വിദ്യാർത്ഥിനികളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് ടെക്നീഷ്യനെതിരെ പീഡന പരാതിയുമായി 12 വിദ്യാർത്ഥിനികളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കാർഡിയക് വാസ്കുലർ ടെക്നീഷ്യൻ ഡിപ്ലോമ വിദ്യാർത്ഥിനികളാണ്. 15 വർഷമായി താൽക്കാലിക ജീവനക്കാരൻ ജോലി ചെയ്യുന്നവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ ബാച്ചിൽ 15 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അതിൽ 12 പേർ പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ 12 പേരും ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തുന്നു എന്ന ഗുരുതരമായ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പഠനത്തിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ കാത്ത് ലാബിൽ എത്തുന്ന സമയത്ത് ഈ ടെക്നീഷ്യന്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടായി എന്ന് കാണിച്ചാണ് കോളേജ് അധികൃതർക്ക് ഇത്തരത്തിൽ പരാതി നൽകിയത്. പരാതി ലഭിച്ച ഉടൻ തന്നെ ആഭ്യന്തര സമിതിയെ നിയോഗിച്ച് 2 വനിതാ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഏതായാലും അന്വേഷണം നടന്നു വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഈ റിപ്പോർട്ട് ഈ പരാതി പോലീസിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ ഉള്ളതെന്നും മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി താൽക്കാലിക ജീവനക്കാരനായി ഈ കാത്ത് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നയാൾക്കെതിരെയാണ് ഇപ്പോൾ ഏതായാലും പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ഈ 15 വർഷമായി ടെക്നീഷ്യനായി ജോലി ചെയ്തു വരുന്നതിനിടെ തന്നെ ഇയാൾ അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഈ കാത്ത് ലാബിന്റെ നിയന്ത്രണം ഏറെക്കുറെ ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ അധികാരം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മോശമായ പെരുമാറ്റം വിദ്യാർത്ഥിനികളോട് നടത്തിയത് എന്ന ആരോപണവും ഈ ഘട്ടത്തിൽ ശക്തമാകുന്നുണ്ട്. നിഖിൽ, എത്ര നാളുകൊണ്ടാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്? ഘട്ടങ്ങളിലായി വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കായി ഇത്തരം മോശം അനുഭവം ഉണ്ടാവുകയായിരുന്നു. പിന്നീട് കുട്ടികൾ പരസ്പരം സംസാരിക്കുന്നതിനിടയിലാണ് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇവരെല്ലാം കൂടി സംയുക്തമായി 12 പേരും ഒപ്പിട്ട് രേഖാമൂലം ഒരു പരാതി നൽകുന്ന അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ പരാതി നൽകിയ ഉടൻ തന്നെ അന്വേഷണത്തിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. അതിനൊപ്പം തന്നെ ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ കൂടി മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ സസ്പെൻഷനിൽ തുടരുകയാണ്. ശരി, എന്തായാലും വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബ് ടെക്നീഷ്യനെതിരായ പീഡന പരാതിയുമായി 12 വിദ്യാർത്ഥിനികളാണ് എത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് നിഖിൽ അളവൂരാണ്.